ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും നാഥനുമായി തിരിച്ചറിഞ്ഞവൻ്റെ ജീവിതം ഈ ഭൂമിയിൽ എത്രയോ സുന്ദരം. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വചനഭാഗങ്ങളാണ്. അതോടൊപ്പം നാം ഇന്ന് സഭാമാതാവോടൊന്നു ചേർന്ന് വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുക, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുക എന്നീ 2 ചോദ്യങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിൽ വളരെയധികം പ്രസക്തമാണ്. ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണെന്ന് വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ഈ ചോദ്യത്തിന് 2 ലക്ഷ്യങ്ങളുണ്ട്. ക്രിസ്തു ആരെന്ന് നാം തിരിച്ചറിയണം. ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങൾ നന്മയിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നമ്മുടെ ജീവിതങ്ങളിൽ മാനസാന്തരവും ഉണ്ടാകണം, വിശ്വാസവും ഉണ്ടാകണം. സ്വാർത്ഥതയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും തിന്മ നിറഞ്ഞ ആസക്തിയിൽ നിന്നും മാറിയാലേ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സാധാരണ ജനങ്ങളിൽ ചിലർ ക്രിസ്തുവിനെ സ്നാപക യോഹന്നാൻ എന്നും ഏലിയ എന്നും ജെറമയ എന്നും പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. ഇവരിൽ ആർക്കും ക്രിസ്തുവിൻ്റെ അനന്യതയും ശ്രേഷ്ഠതയും പൂർണ്ണമായും തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. എന്നാൽ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന പദം യഹൂദജനം പ്രതീക്ഷിച്ചിരുന്ന മിശിഹായെ, രക്ഷകനെ സൂചിപ്പിക്കുന്നതാണ്. ഒരിക്കലും അസ്തമിക്കാത്ത സാമ്രാജ്യമുള്ള ദാവീദിനേക്കാളും ശ്രേഷ്ഠനായ ഒരു രാജാവിനെയും ദൈവത്തെയും മനുഷ്യരെയും ബന്ധിപ്പിക്കുന്ന പരിപൂർണനായ ഒരു മഹാപുരോഹിതനെയുമാണ് യഹൂദജനം മിശിഹായായി കാത്തിരുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു. യഹൂദജനം തങ്ങളുടെ രക്ഷയ്ക്കായി ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ്റെ ആഗമനത്തിൽ വിശ്വസിച്ചിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവുമായി അഭേദ്യമായ ഒരു സ്നേഹബന്ധം നാം ഓരോരുത്തരും രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ മക്കളായി ദൈവഹിതം അനുവർത്തിക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോസ്തലന്മാരായ വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും തങ്ങളുടെ ജീവിതം വഴി ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും നാഥനും ഗുരുവുമായി അനുഭവിച്ചറിഞ്ഞവരാണ്. ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, സ്വന്തം ജീവിതം ക്രിസ്തുവിന് വേണ്ടി പരിപൂർണമായി മാറ്റിവെക്കുവാൻ ഇവർക്ക് സാധിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും കർത്താവ് എത്ര നല്ലവനാണെന്ന് തിരിച്ചറിഞ്ഞതുപോലെ, കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങൾ പൂർണ്ണമായും സമർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും കർത്താവിനെ തിരിച്ചറിയുവാനും കർത്താവിന് വേണ്ടി ജീവിക്കുവാനുമായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.